ഇന്ന് ദേശീയ സുരക്ഷിത മാതൃത്വ ദിനം. ഗർഭാവസ്ഥ, പ്രസവം, പ്രസവാനന്തര സേവനങ്ങൾ എന്നിവയിൽ മതിയായ പരിചരണം നൽകി സ്ത്രീകളെ സുരക്ഷിതരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. വൈറ്റ് റിബൺ അലയൻസിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ പത്നി കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് സുരക്ഷിത മാതൃത്വ ദിനമായി ആചരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ഇടിമിന്നലിൽ 22 പേർ മരിച്ച സംഭവത്തിൽ ധനസഹായം പ്രഖ്യാപിച്ച യുപി സർക്കാർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നൽകും. കനത്ത ഇടിമിന്നലിലും മഴയിലും 15ഓളം വീടുകളാണ് തകർന്നത്. 45ഓളം വളർത്തുമൃഗങ്ങളും കൊല്ലപ്പെട്ടു. മധ്യപ്രദേശിലെ പീതാംബൂർ വ്യാവസായിക എസ്റ്റേറ്റിലെ പൈപ്പ് ഫാക്ടറിയിൽ അഗ്നിബാധ. ഇന്ന് പുലർച്ചെയാണ് സംഭവം. അഗ്നിബാധയെ തുടർന്ന് പ്രദേശത്ത് പുക വ്യാപനമുണ്ടായി. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്ന് പീതാംബൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അറിയിച്ചു. ജമ്മുകാശ്മീരിലെ ബനിഹാളിൽ ദേശീയപാത 44-ൽ നിരീക്ഷണം ശക്തമാക്കി സൈന്യം. ജമ്മുകാശ്മീർ പോലീസുമായി ഏകോപിപ്പിച്ച് ഒന്നിലധികം സ്ഥലങ്ങളിൽ സംയുക്ത മൊബൈൽ വെഹിക്കിൾ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മേഖലയുടെയുള്ള തീവ്രവാദികളുടെ അനധികൃത നീക്കവും ഉൾപ്പെടെ തടയുന്നതിനായാണ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനുള്ള തീയതി പ്രഖ്യാപിച്ചു. ഈ മാസം 23-നും 25 മുതൽ 28 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ് എഞ്ചിനീയറിംഗ് പരീക്ഷ. 24-ന് 11:30 മുതൽ 1 മണി വരെയും 3:30 മുതൽ 5 വരെയും 29-ാം തീയതി 3:30 മുതൽ 5 വരെയും ഫാർമസി പരീക്ഷ നടക്കും.